എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 2026 അവസാന മാസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ ജ്യോതിഷപരമായി വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ ഗ്രഹമാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. പ്രത്യേകിച്ച് മേടക്കൂറിൽ ജനിച്ച ആളുകളെ സംബന്ധിച്ച് വരും മാസങ്ങളിൽ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളൊക്കെ സംഭവിച്ചേക്കാം. വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരുന്നുണ്ട്. അതുപോലെ രാഹുകേതുക്കളുടെ രാശിമാറ്റം, അതിനോടൊപ്പം തന്നെ ശനിയുടെ വക്രഗതി അവസാനിക്കുകയാണ്. അങ്ങനെ വലിയ ഗ്രഹചലനങ്ങളാണ് ഇനി നമ്മളുടെ മുന്നിലുള്ളത്. ഈ 3 മാസങ്ങളിൽ മേടക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഭാഗ്യം തുണയ്ക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം ഈ 3 മാസങ്ങളിൽ ഉണ്ടാകുന്ന ഗ്രഹമാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. വ്യാഴം ഒക്ടോബർ 31 കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് രാശി മാറുമ്പോൾ നിങ്ങളുടെ 5ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. ഇത് നിങ്ങളുടെ ബുദ്ധിയെ, അതുപോലെ സന്താനത്തിനെ, ഉന്നത വിദ്യാഭ്യാസത്തെ, ധനലാഭത്തെ എന്നിവയ്ക്കൊക്കെ വളരെ അനുകൂലമാണ്. അതുപോലെ രാഹു ഡിസംബർ 5 കുംഭത്തിൽ നിന്ന് 10ാം ഭാവമായ മകരത്തിലേക്കും കേതു ചിങ്ങത്തിൽ നിന്ന് 4ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. തൊഴിൽ മേഖലയിലും കുടുംബ അന്തരീക്ഷത്തിലും ഇത് നിർണായകമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കും. അതുപോലെ ഡിസംബർ 11 ശനിയുടെ വക്രഗതി അവസാനിക്കുന്നു. നേർരേഖ ചലനത്തിലെ ശനി ആ സമയത്ത് ഇനി പോവുകയാണ്. ഇതൊക്കെ എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഈ 3 മാസങ്ങളിൽ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ 3 ആഴ്ചകളിൽ കാര്യങ്ങൾക്കൊക്കെ ചെറിയ മന്ദതയോ അല്ലെങ്കിൽ അധ്വാനത്തിന് തക്കതായ ഫലം ഉടൻ ലഭിക്കാത്ത സാഹചര്യമോ ഒക്കെ അനുഭവപ്പെടാം. എന്നാൽ ഒക്ടോബർ 31 വ്യാഴം കർക്കിടകത്തിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുമ്പോൾ മേടക്കൂറുകാർക്ക് കാര്യങ്ങൾ പൂർണ്ണമായും അനുകൂലമായി മാറുന്നതാണ്. മാസത്തിൻ്റെ അവസാനത്തോടെ ധനപ്രവാഹമൊക്കെ വർദ്ധിക്കും. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനും കടബാധ്യതകൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനും ഒക്കെയുള്ള വഴി തെളിയുന്നതുമാണ്. ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നിലനിന്നിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങുന്നതാണ്. അതുപോലെ ചിങ്ങത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രത്തിലുള്ള അനുകൂല ദൃഷ്ടി കാരണം നിങ്ങളുടെ ചിന്തകൾക്കും പദ്ധതികൾക്കും ഒക്കെ അംഗീകാരം ലഭിക്കുന്നതുമാണ്. ഈ സമയത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കും ഒക്ടോബർ അവസാന വാരത്തോടെ നല്ല വാർത്തകളൊക്കെ ലഭിക്കുന്നതുമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വസ്ഥതകളോ അനാവശ്യ ചിന്തകൾ മൂലമുള്ള മാനസിക സമ്മർദ്ദമോ ഒക്കെ ഉണ്ടായേക്കാം. കൃത്യമായ ഭക്ഷണ രീതിയും പ്രാർത്ഥനയും ഒക്കെ പാലിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആവേശത്തിലൊക്കെ എടുക്കുന്ന പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒക്ടോബറിൻ്റെ ആദ്യ വാരങ്ങളിൽ ഒഴിവാക്കുക. മാസത്തിൻ്റെ അവസാനത്തോടെ ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. ഇനി നവംബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നവംബറിൽ ചിങ്ങൻ രാശിയിൽ ബലവാനായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ പൂർണ്ണ സ്വാധീനമുണ്ട്. ഒക്ടോബർ 31 വ്യാഴമാറ്റത്തിന് ശേഷം ഈ വർഷത്തെ ഏറ്റവും മികച്ച ഫലങ്ങളൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണിത്. ജോലിസ്ഥലത്ത് വലിയ രീതിയിലുള്ള അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. പ്രമോഷന്, ശമ്പള വർധനവ്, അല്ലെങ്കിൽ നിങ്ങൾ ഏറെ ആഗ്രഹിച്ച തസ്തിക മാറ്റം, അതുപോലെ അനുകൂല സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം എന്നിവയ്ക്കൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയതായിട്ടൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മികച്ച കമ്പനികളിൽ നിന്ന് അനുകൂലമായ ഓഫർ ലെറ്ററുകളൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക നിലയൊക്കെ ഈ സമയത്ത് ഭദ്രമാകുന്നതാണ്. പല വഴിക്കുള്ള ധനാഗമനം ഉണ്ടാകുന്നതാണ്. അതുപോലെ പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്താൻ അനുയോജ്യമായ സമയം കൂടിയാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് മുൻപ് ചെയ്ത അധ്വാനത്തിൻ്റെ ഇരട്ടി ലാഭമൊക്കെ ഉണ്ടാക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഈ സമയത്ത് അതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷ അന്തരീക്ഷമൊക്കെ നിലനിൽക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ
തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ സന്താന ഭാഗ്യത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കുന്ന ദമ്പതികൾക്കും അനുകൂലമായ വാർത്തകളൊക്കെ ലഭിക്കുന്നതാണ്. മുൻ മാസങ്ങളിലൊക്കെ അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങളും അസ്വസ്ഥതകളും ഒക്കെ മാറി പൂർണ്ണമായ മനസ്സമാധാനവും ശാരീരിക ഊർജവും ഒക്കെ കൈവരിക്കാനും സാധിക്കുന്നതാണ്. ഈ നവംബർ മാസം ശ്രദ്ധിക്കേണ്ട കാര്യം, വരുമാനമൊക്കെ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ആഡംബര വസ്തുക്കൾക്കായും സന്തോഷങ്ങൾക്കായിട്ടുമൊക്കെ അനാവശ്യമായി പണമൊക്കെ ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ധനവ്യയമൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടതാണ്. ഒരു ആവേശത്തിൻ്റെ പുറത്ത് ആർക്കും വലിയ തുകകളൊന്നും കടം കൊടുക്കാതിരിക്കുക. ഇനി ഡിസംബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ മാസമാണ് ഡിസംബർ. 2 പ്രധാന ഗ്രഹചലനങ്ങളാണ് ഈ മാസത്തിൽ സംഭവിക്കുന്നത്. ഡിസംബർ 5-ന് രാഹു കുംഭത്തിൽ നിന്ന് 10-ാം ഭാവമായ മകരത്തിലേക്കും കേതു ചിങ്ങത്തിൽ നിന്ന് 4-ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. അതുപോലെ ഡിസംബർ 11-ന് കുംഭരാശിയിൽ നിൽക്കുന്ന ശനിയുടെ വക്രഗതി അവസാനിച്ച് നേർരേഖയിലൊക്കെ ആകുന്നുമുണ്ട്. തൊഴിലിൻ്റെ കാര്യം നോക്കിയാൽ 10-ാം ഭാവത്തിലേക്ക് രാഹു വരുന്നത് തൊഴിൽ രംഗത്തെ വൻ വളർച്ചയ്ക്കൊക്കെ വഴിയൊരുക്കുന്നതാണ്. പുതിയ ജോലി മാറ്റങ്ങൾക്കും വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അനുകൂല ഫലങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് ഈ സമയത്ത്. ശനിയുടെ വക്രഗതിയൊക്കെ മാറുമ്പോൾ ഡിസംബർ 11 മുതൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തടസ്സപ്പെട്ട് കിടന്ന ധനപ്രവാഹമൊക്കെ പുനഃസ്ഥാപിക്കപ്പെടുകയും മുടങ്ങിപ്പോയ പദ്ധതികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയത്ത് സ്ഥിരമായ ഒരു വരുമാനമൊക്കെ ലഭിച്ചു തുടങ്ങുന്ന സമയം കൂടിയാണ്. കേതു 4-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും കുടുംബ അന്തരീക്ഷത്തിലുമൊക്കെ ചെറിയ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടേക്കാം. വീട് മാറ്റം അല്ലെങ്കിൽ വസ്തു വാങ്ങൽ സംബന്ധിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് തിടുക്കമൊന്നും കാണിക്കരുത്. ഈ സമയത്ത് ജോലി സമ്മർദ്ദം മൂലമുള്ള ശാരീരിക ക്ഷീണമോ ഉറക്കമില്ലായ്മയോ ഒക്കെ ഈ ഡിസംബർ മാസം ഉണ്ടാകാം. യാത്രകളിലൊക്കെ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. ഡിസംബർ മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വസ്തു, വാഹനം, വീട് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ രേഖകളൊക്കെ കൃത്യമായിട്ടൊക്കെ പരിശോധിക്കുക. ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശാന്തത പാലിക്കേണ്ടതുമാണ്. ഇനി ഈ ഗ്രഹമാറ്റങ്ങളൊക്കെ നൽകുന്ന ദോഷഫലങ്ങളുടെ തീവ്രതയൊക്കെ കുറയ്ക്കാനും ഗുണഫലങ്ങളൊക്കെ കൂട്ടാനും മേടക്കൂറുകാരെ ഇനി പറയുന്ന ലളിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് ഉചിതമായിരിക്കും. വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുക. ശനിയുടെയും രാഹുകേതുക്കളുടെയും ഒക്കെ ദോഷങ്ങൾ അകലാൻ ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ ശനീശ്വരന് നീരാഞ്ജനം വഴിപാടൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. കേതുവിൻ്റെ ദോഷശാന്തിക്കായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുന്നതും നന്നായിരിക്കും. ചുരുക്കത്തിൽ ഒക്ടോബർ അവസാനത്തോടെ ആരംഭിക്കുന്ന ഈ ഗ്രഹമാറ്റങ്ങൾ മേടക്കൂറുകാർക്ക് ദോഷഫലങ്ങളേക്കാൾ ഏറെ ഗുണഫലങ്ങളാണ് നൽകാൻ പോകുന്നത്. ചെറിയ ജാഗ്രതയും കൃത്യമായ ആസൂത്രണവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ 3 മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച കാലഘട്ടമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. എല്ലാ മേടക്കൂറുകാർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.